എന്നെ വിളിച്ചു, ഇതുപോലെ രാജാ സാറ് വിളിച്ചു. സാറിൻ്റെ മറ്റേ വാസു ചേട്ടനല്ലേ ഇപ്പോഴും, വാസുവാണ്. വിളിച്ചിട്ട് പറഞ്ഞു എവിടെയുണ്ട്. അപ്പം ഞാൻ കറക്റ്റ് ചെന്നൈയിലെത്തി. അവിടെ നിൽക്കുക, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് വിളി വരുന്നത്. ഇങ്ങനെ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വരൂ, സാറിനൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ സാറിനൊരു, സാറ് പറഞ്ഞു എന്ത് കർണാടക പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാതേ മലയധ്വജ പാടി കമാസ്. അതെ, അത് പാടി. രാജ സാറ് ഓക്കെ ആ ലിറിക്സും കൊടുക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഫ്രഷ് ആയിട്ടൊരു ലിറിക്സ്, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് കാണും, പക്ഷെ ഒരു പാട്ട് റെഡി ആയിരുന്നു. ഭയങ്കര കോമഡിയാണ്, ഇനിയാണ് വിഷയം. രാജാ സാറിന്റെ മുമ്പിൽ ഞാൻ താഴെ ഇരിക്കുക, പാടി. ഞാൻ ചമ്രമണിഞ്ഞിരുന്ന് താഴെ ഇരുന്ന് ഇങ്ങനെ പാടുക. രാജാ സാറ് ഇങ്ങനെ കേട്ടിട്ട് അപ്പോൾ ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഒരു ഡുവറ്റ് ആണെന്ന് പറഞ്ഞു. ഈ കൊച്ചിനാണെങ്കിൽ ട്വിസ്റ്റ്, ഈ കൊച്ചിന് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്കും കൂടി ടെൻഷൻ ആവുക. ഞാൻ അത്രയും നേരം കൂളായിരുന്നു. അപ്പം ഇപ്പം ഇതിങ്ങനെ ഇടയ്ക്ക് വരും, പാട്ട് പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തമിഴ് ഞാൻ കുറച്ച് അറിയുള്ളൂ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അല്ല അവിടെ ഇപ്പം വിളിക്കും 5 മിനിറ്റിൽ നമ്മൾ ഒരുമിച്ച് കയറി അങ്ങ് പാടെന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് നോക്കാം. അപ്പം ഒരുമിച്ചിരുന്ന് പാടും. അപ്പോൾ വാസു ചേട്ടനാണ് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ട്യൂൺ ഞാൻ നൊട്ടേറ്റൊക്കെ ചെയ്ത്, കാരണം നമുക്ക് കേൾക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ രാജാ സാർ ഇത് വന്ന് ട്യൂൺ ചെയ്യുമ്പം, ട്യൂൺ പാടിത്തരുമ്പോൾ നമ്മൾ നൊട്ടേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. റെക്കോർഡ് ചെയ്ത് കേൾക്കാനുള്ള സമയമില്ല, പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ആകെയുള്ളൊരു വഴി അതാണ്, നമ്മൾ സ്വരം നൊട്ടേറ്റ് ചെയ്യുക. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ച്. അപ്പോൾ ഈ കുട്ടിക്ക് ടെൻഷൻ, വെള്ളം കുടിക്കുന്നു, മറ്റേ ചുക്ക് കാപ്പി വേണോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവള് ചാടി എണീറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഇതൊക്കെ കൂടി കണ്ടിട്ട് കൊച്ച് ഒന്നും മിണ്ടായിരിക്കും പറയുന്നുണ്ടാ. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, പ്രശ്നമായി. ആ കൊച്ചിൻ്റെ തൊണ്ട അടച്ചു. എങ്ങനെയോ ഈ ടെൻഷൻ അടിച്ച്, എന്തോ പനിയൊക്കെ ആയിരുന്നു തോന്നുന്നു പാവത്തിന്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി. അപ്പം ബൂത്തിൽ കയറി, ഞങ്ങൾ രണ്ടുപേരും ബൂത്തിൽ കയറി. രാജാ സാറ് ഇങ്ങനെ വരുന്നുണ്ട്. എന്നാച്ചാ ചോദിച്ചു. പറഞ്ഞു സാർ ത്രോട്ട്. രണ്ടുപേരും പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞു. അത് എൻ്റെ അവസരവും പോയി, മനസ്സിലായോ? ഇല്ല, ഈ പെണ്ണിന്റെ ഓവറാക്കൽ കാരണം എന്നെ രണ്ടുപേരോടും പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വാ, കൂപ്പിടലാം എന്ന് പറഞ്ഞു. പിന്നെ കൂപ്പിട്ടിട്ടേ ഇല്ല. അങ്ങനെ നല്ല ഉഗ്രൻ ഒരു പാട്ടായിരുന്നു. പാടാൻ പറ്റില്ല കാരണം അത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വാസുവിനടുത്ത് പറയാം, അണ്ണാ എന്നെ എന്തായി അണ്ണാ, ഇനി പെണ്ണിന്റെ കൂടെ ഒന്നും പാടില്ല. ഞാൻ തിരക്കൊരു സോളോ. ഞാൻ എന്നിട്ട് റെക്കോർഡിങ് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാനിങ്ങനെ ഓട്ടോ പിടിക്കാൻ നിൽക്കുക. അപ്പൊ ഈ കൊച്ചും വന്നു. ഞാൻ തൃപ്തിയായല്ലോ, ഞാൻ മലയാളത്തിൽ തുടങ്ങി, കാരണം എനിക്ക് തമിഴൊക്കെ മറന്നു. ഞാൻ തൃപ്തിയായല്ലോ എന്നാ ചണ്ണ ഒറ്റൊരുത്തി കാരണം എന്തത്തെ പാട്ട് പോയത്. അങ്ങനെ രാജാ സാറിന്റെ ഒരു കൈവെള്ളേ വന്നൊരു പാട്ട് എനിക്ക് ടെൻഷൻ അടിച്ച ഒരു കുട്ടി കാരണം. പക്ഷെ ആ കുട്ടിയുടെ നല്ല അന്നൊന്ന് എന്നെ വിളിച്ചിരുന്ന നല്ല കെട്ടവാക്ക് കൊല്ലി തന്നിരുന്നു. അതെ, അതെ, സോംബേരി എന്നൊക്കെ പറയല്ലോ, അതൊക്കെ കൂടിയ വാക്കാണ്. മടിയാണ് എന്റെ വിചാരം. ഇതൊക്കെ ഞാൻ അവിടെ പോയിട്ട് സോംബേരി മാറാ പറയും. ഹരിച്ചേനെന്തോ സമയമായിട്ടില്ലായിരിക്കും മേ ബി. അത് വാസുചേട്ടനും പറഞ്ഞു, ഹരി സാറ് വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വെയിറ്റിംഗ് ആണ് സാർ 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 വിളിക്ക്. പുള്ളിക്ക് കർണാട്ടിക് പാടുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. രാജാ സാറിന് ഭയങ്കര ഇഷ്ടം, ഭയങ്കര റെസ്പെക്റ്റുമാണ്. അത് ഹരി പാടിയ ഉടനെ കണ്ടില്ലേ ആ പാട്ട്, പാടിയില്ലെങ്കിലും കൊടുത്തില്ല. പിന്നെ എനിക്കത് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ, എനിക്ക് അന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളവർക്ക് എനിക്ക് ഫോട്ടോ എടുത്തോട്ടെന്ന് ഞാൻ പോയി ചോദിക്കില്ല. എനിക്ക് ഭയങ്കര അങ്ങനെ പോകാൻ പറ്റില്ല നമുക്ക്. പിന്നെ ആ വെള്ളം കാണുമ്പോൾ നിറയ്ക്കും. അതായത് എൻ്റെ അടുത്ത് 7 മണിക്കാണ് വരാൻ പറഞ്ഞു രാവിലെ. ഞാനും രാജാ സാർ ഒരുമിച്ചാണ് ഗേറ്റ് തുറന്ന് അകത്ത് കയറുന്നു, മനസ്സിലായി? ഷാർപ്പ് 7 ആയപ്പോഴും ഒരാളൊരു ഗേറ്റും ഇങ്ങനെ രണ്ടുപേരും തുറന്ന് പണി തുടങ്ങാം. ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും വരുന്നതിന് മുമ്പ് ഈ കെയും എല്ലാം നൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ട് സാറിൻ്റെ ഒരു റൂം ഉണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസാണ് അദ്ദേഹത്തിൻ്റെ.